ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചൂട് കാലത്ത് എങ്ങനെ നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. ശരീരം നല്ല തണുത്തു പോവും. അതിന് ഒരു കേന അടുപ്പത്ത് വെച്ച് അതിലേക്ക് തുള്ളി എണ്ണ ഒഴിച്ച് അതിലേക്ക് വലിയ പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇടുക. ഇങ്ങനെ ചൂട് കാലത്ത് ഇങ്ങനെ നല്ല ശരീരത്തിൽ തണുപ്പുള്ളാകാൻ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാൽ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഇങ്ങനെ ശരീരത്തിൽ തണുപ്പ് കിട്ടും. അതിന് നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. അതിന് വലിയ പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പാത്രത്തിലേക്ക് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം നമുക്ക്. എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ വഴറ്റി നിൽക്കും. അതിന് ശേഷം അത് നമുക്കത് പാത്രത്തിലേക്ക് ഇടും. നല്ല വഴറ്റിക്കിന് അതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് നമുക്ക് ആ പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് ഒന്നുകൂടി എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ ഇടുക. അങ്ങനെ തേങ്ങ നമുക്ക് ഒന്നുകൂടി നല്ല വഴറ്റിയെടുക്കുക. ഇപ്പോൾ നല്ല ചൂട് കാലമല്ലേ, ചൂട് കാലത്ത് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ശരീരത്തിന് നല്ല ഇതാണ്. ഇങ്ങനെ തേങ്ങ അങ്ങനെ വറുത്തെടുക്കുക കുറച്ച്. അതിന് ശേഷം നമുക്ക് അത്യാവശ്യമുള്ള പഞ്ചസാര ഇടുക. മധുരത്തിനനുസരിച്ചുള്ള ആർക്കൊക്കെ മധുരം എത്രയ്ക്ക് വേണ്ട അതിനനുസരിച്ച് ഇട്ടാൽ മതി. കുറച്ച് മധുരം ഇടുക, പഞ്ചസാര. അതിനുശേഷം നമുക്ക് പഴം വഴറ്റിയത് തേങ്ങയ്ക്ക് ഇടും. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് അങ്ങനെ തേങ്ങയും പഴവും പാടെ നമുക്ക് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അത്യാവശ്യത്തിലുള്ള അവിലിടുക. അവലും അതിലേക്ക് ഇടുക. അങ്ങനെ തേങ്ങയും പഴവും അവിലും പഞ്ചസാരയും എല്ലാം പാടെ ഒന്ന് കുഴച്ചെടുക്കുക. എല്ലാം പാടെ നല്ല കുഴച്ച് വരുന്നവരെ നല്ല ഇളക്കി കൊടുത്താൽ അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല
തണുപ്പ് ശരീരത്തിന്. അങ്ങനെ നമ്മൾ അത് റെഡിയായി കഴിഞ്ഞ് നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ട്. പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് 2 പരിപ്പ് അങ്ങനെ വെച്ചെടുക്കുക. അങ്ങനെ ഉരുളിട്ട് അങ്ങനെ വെക്കുക. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും, അടിപൊളിയാണ്. ഈ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക. ഫുള്ളായി കാണാൻ പോകരുത് പ്ലീസ്. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, മറക്കരുത്. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.